ഈ കരച്ചിൽ കണ്ട് നിങ്ങൾ പേടിക്കുകയോ വേണ്ട. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഗോവയിലും നാട്ടിലും കറങ്ങാൻ പോയപ്പോൾ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇട്ടില്ല, ഡ്രാഫ്റ്റിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, വോയിസ് ഓവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലേക്ക് പോകുന്നത് നമ്മൾ ട്രെയിനിലാണ്. അപ്പം 2:30 ഞങ്ങൾ ട്രെയിനാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ പാക്കൊക്കെ ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കറക്റ്റ് സമയത്തിനാണ് ട്രെയിൻ എത്തി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് AC ആണ് ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് രണ്ടുപേർക്കും പുതിയ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്, നല്ല സ്പേസ്. ഞാൻ ആദ്യമായിട്ടാണ്. നിഷാന്തോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ലതാണോ? നല്ല പ്രൈവസി ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ പെട്ടി വന്നു, ബാഗ് വന്നു, വേദന ഡൈപ്പർ ബാഗ് വന്നു, ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ എന്റെ ഭർത്താവുണ്ട്, ഹസ്ബൻഡ്, പിന്നെ എന്റെ കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങി പാവം. ഇത് മുകളിലത്തെ ബെഡാണ്. ഇവിടെ കൂടെ നമുക്ക് കയറിപ്പോകാം. ഓക്കെ, സോ ഇനി നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആണ് ചെന്നൈ. അപ്പോൾ നമ്മൾ 3 ദിവസം ഗോവയിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം തൃശ്ശൂർ ഗുരുവായൂർ പോയി. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അവിടെ രാവിലെ 6:30 നമ്മുടെ സ്ലോട്ട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിൽ പോയത്. പിന്നെ നമ്മൾ വേദുവിൻ്റെ കൂടെ എൻ്റെ ഡാഡിയുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോയി. പക്ഷെ വേദുവിൻ്റെ മൂഡ് നല്ലതല്ലായിരുന്നു, അല്ലേ? ഇവിടെ വന്ന് ഭയങ്കര ചെറിയോ ഇവിടെ വന്ന് ചിരിയായി. പക്ഷെ അവന് ട്രെയിനിന്റെ യാത്ര ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി കരച്ചിലായിരുന്നു. ക്ലൈമറ്റ് കുറെ ചേഞ്ച് ആയില്ല, അവന് കുറെ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പൊ നാളെ 6 മണിക്കാണ് നമ്മൾ ചെന്നൈയിലെത്തുന്നത്. ഓക്കെ, അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വേദുവിന്റെ മാമിയെ കാണാൻ പോവാണ്, അല്ലേ? നമ്മൾ സർപ്രൈസ് കൊടുക്കുവാണ് മാമിക്ക്. നിഷാന്ത് ചേച്ചി, ചേച്ചി. അപ്പൊ അവിടെ നമ്മൾ 4 ദിവസം കാണും. 4 ദിവസം ഇനി എന്തൊക്കെ ചെയ്യണം നമുക്ക് ഡിസൈഡ് ചെയ്യണം. എവിടൊക്കെ പോണമെന്ന് നിങ്ങൾ പറ. ശരി, നമ്മൾ ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. സ്പെഷ്യലി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ട്രെയിനിൽ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം വേദു കോൾഡ് പിടിച്ചു. വേദു ഒട്ടും അവൻ ഉറങ്ങിയില്ലായിരുന്നു. അവൻ ഉറങ്ങി, ചിലപ്പോൾ ഉറങ്ങാതെ. പക്ഷെ എനിക്കും ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇനിയും ചെന്നൈ പോയിട്ട് ആദ്യത്തെ കാര്യം നമ്മൾ രേഖ ചേച്ചിക്ക് വേദുവിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. പിന്നെ ഒരു ദിവസം ഫുൾ കിടന്നുറങ്ങും. പിന്നെ അടുത്ത ദിവസം നമുക്ക് പ്ലാൻ ചെയ്യണം എന്താ എവിടെ പോട്ടെ. നമ്മൾ ഉറങ്ങും. നമ്മൾ നാളെ 6 മണിക്ക് എത്തത്തില്ല. അപ്പൊ അന്ന് ഫുൾ ദിവസം നമ്മൾ കിടന്നുറങ്ങും. ട്രിവാൻഡ്രത്ത് പോയിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഇത്ര വർഷം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പോയതല്ലേ? വല്യച്ഛനെ വല്യമ്മ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതിച്ചോറ് കിട്ടി ഗൈസ്. ഞാൻ പറഞ്ഞ വാഴയിലിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. നിഷാന്ത് പറഞ്ഞു, നിഷാന്തിന് വേണ്ടാന്ന് പറഞ്ഞു. ഇനി അറിയത്തില്ല അതിനകത്ത് കൈയിട്ട് വരുമോന്ന് അറിയത്തില്ല. വരുവോ പറയാ. എവിടൊക്കെ അവിടെ ചാല മാർക്കറ്റ് ഉണ്ട്, പക്ഷെ അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഒരു ദിവസം പോലും നിന്നില്ല. ഫുൾ ഒരു നിഷാന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മൾ എപ്പോഴാ പോയത്? പറ, ഡിസ്കസ് ചെയ്യ്. രാവിലെ എത്തി, അമ്പലത്തിലെത്തി. പിന്നെ നമ്മൾ സമയം കിട്ടില്ല. വൈകുന്നേരം 4 മണിക്ക് ട്രെയിനായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല. ഒരു ദിവസം കൂടി നിൽക്കണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് സിറ്റുവേഷൻ എന്ന് പറയാ. ട്രിവാൻഡ്രത്ത് നമ്മള് നിഷാന്ത് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയപ്പോൾ ലേറ്റ് ആവാനുള്ള കാരണം നമ്മൾ സമയത്താണ് എത്തിയത്. പക്ഷെ നമ്മളവിടെ എത്തി, ഊബർ പിടിച്ച് നമ്മളവിടെ എത്തി.
ഓക്കെ. അപ്പോൾ നിഷാൻ്റെ വീട് കുറച്ച് കയറ്റത്തിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാതെ നമ്മൾ ആ റോഡ് സൈഡിൽ തന്നെ ഉബറാൻ ഇറക്കി. അത് കഴിഞ്ഞ് പക്ഷെ മെയിൻ റീസൺ നിഷാന്ത് ഫോൺ മറന്നുപോയി ഊബറിൽ. അതിൻ്റെ പുറകെ തിരക്കി നടന്ന് പിന്നെ ഒരു ട്രാഫിക് പോലീസ് ചേട്ടൻ്റെ അടുത്തെത്തി. അവിടെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി നിഷാന്തിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമായിരുന്നു. പക്ഷെ എടുത്തില്ല, ആ ചേട്ടനെ എടുത്തില്ല. ലാസ്റ്റിൽ നിഷാന്ത് കോൾ ചെയ്തപ്പം ആ ചേട്ടനെ എടുത്തു, ക്യാബ് ഡ്രൈവർ ചേട്ടനെ എടുത്ത്. പിന്നെ ചേട്ടൻ സംസാരിച്ചു. ചേട്ടൻ എയർപോർട്ടിലോട്ട് പാസഞ്ചറിനെ കൊണ്ടുവെട്ടുന്ന വഴിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പടയണിയല്ലേ, പടയണിയിൽ വരാൻ വേണ്ടി ഐ തിങ്ക് സമയം എടുക്കുമായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ നല്ലൊരു ചേട്ടനാണ്. ഫോൺ കിട്ടിയപ്പോൾ തന്നെ നിഷാനോട് പറഞ്ഞു ഞാൻ കൊണ്ട് തന്നോളാം. അങ്ങനെ ഫോൺ ഒരു 10:30 ആയപ്പം ഫോൺ കയ്യിൽ കിട്ടി. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് പോലീസ് കാരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തപ്പോൾ തന്നെ അവർ ദേ ട്രൈ ടു ടേക്ക് ആൻ ഇനീഷ്യേറ്റീവ്. ഓക്കെ, സോ അത് ഏറ്റവും വലിയൊരു നമുക്ക് എല്ലാം കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ തന്നെ. നമ്മൾ ഡൽഹിയിലാണെങ്കിലും UP-യിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ ഒരു പോലീസുകാരെയും കണ്ടിട്ടില്ല. അപ്പം തന്നെ ഞാൻ സത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേരളം. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവന് ഉറക്കം ചെയ്തിട്ടില്ല. ആകെപ്പാടെ അവൻ ഉറങ്ങിയത് ഗോവയില്ല നല്ലപോലെ. അവൻ വണ്ടിയിൽ പോയാലും ഉറക്കമായിരുന്നു, റിസോർട്ടിൽ ഇരുന്നാലും ഉറക്കമായിരുന്നു. പിന്നെ അവൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇവനിയും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. ഡൽഹിയിൽ ഇനിയും പോയി കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ. അല്ല വിതുമ നോക്കുന്ന കണ്ടോ? അയ്യോ എനിക്ക് വയ്യ. ഞാൻ ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാനില്ല, പക്ഷെ ഒന്നും ആയില്ല. കാരണം ഇവൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഇതൊന്നും നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ചെന്നൈ പോകുന്ന ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ അത് ഹോപ്സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയുണ്ട്. സോ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ് ഗൈസ്. കുതിച്ചോറ് ഹായ്, നല്ല മണം വരുന്നു, നല്ല മണം. ചോറ്, ചക്ക പുഴുക്കുണ്ട്, മീൻ വറുത്തത്, പിന്നെ ഇത് മീൻ കറി എല്ലാം കൂടെ മിക്സ് ആണ് തോന്നുന്നു. യെസ്, പിന്നെ ഇതെന്തോ സംഭവം തോരൻ, ഇതെല്ലാം മിക്സ്ഡ് ആണ്. Do you want Nishan? No? You can have. I'll have my biryani. Okay. സോ അങ്ങനെ രാവിലെ 5:30 നമ്മൾ സ്റ്റേഷനിലെത്തി. നമ്മൾ ആക്ച്വലി ലേറ്റ് ആയിപ്പോയി, നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അറിയാനേ പറ്റിയില്ല. അവിടുത്തെ ചേട്ടന്മാരൊക്കെ വന്ന് ഡോറൊക്കെ കൊട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ സ്റ്റേഷനിൽ എത്തിയെന്ന്. അവസാനത്തെ സ്റ്റോപ്പ് ആണ്ട് രക്ഷപ്പെട്ടു. സോ അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തിനെക്കാട്ടും മുമ്പ് നമ്മൾ എത്തില്ല. വേദുവിനെ കണ്ടില്ല, അവനൊന്നും ക്ലൂ ഇല്ല അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. കാരണം അവൻ്റെ ഉറക്കത്തിൽ എണീച്ച് രാവിലെ ഭാഗത്തിന് എണീച്ച് നമ്മൾ സ്ട്രോളറൊക്കെ കിടത്തി അവനിപ്പോൾ കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ നല്ല യാത്ര നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ആഹാരം ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ആഹാരം നമ്മൾ പാക്കൊക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. പക്ഷെ നിഷാന്ത് പ്രതീക്ഷിച്ച ബിരിയാണിയൊക്കെ കിട്ടുമെന്നാണ്. പക്ഷെ ഒട്ടും അവിടെ ഒരു സ്റ്റോപ്പ് പോലും ഇല്ലായിരുന്നു, ബിരിയാണി കിട്ടുന്ന സ്ഥലം ഒന്നുമില്ലായിരുന്നു. സോ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പം നമ്മൾ അവിടുന്ന് ക്യാബൊക്കെ പിടിക്കാൻ കുറച്ച് സമയം ആയി. അപ്പം ക്യാബിലിരുന്നു. അവിടുന്ന് ഐ തിങ്ക് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിലായിരുന്നു ചേച്ചിയുടെ വീട്. അങ്ങനെ വേദവും എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പം വീട്ടിലെത്തിയേക്കുവാണ്. ഇതാണ് ചേച്ചിയുടെ അപ്പാർട്ട്മെന്റ്. ഇത് ഫ്ലാറ്റാണ്. അപ്പം ഇവിടെ പ്രസ്റ്റീജ് വിന്റേഴ്സ് പാർക്ക് എന്തോ ആയിരുന്നു, ഞാൻ അറിയത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തിയേക്കാണ്. ഇപ്പം ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടോണം കേട്ടോ. राजेश को पता था क्या? ईश्वरा
നീ പോരുന്നടാ ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ വന്നിരിക്കുന്നു. ഇല്ല, ഞാൻ പോയില്ല, ഞാൻ ട്രെയിനിലായിരുന്നു. അങ്ങനെ അവിടെ എത്തി നമ്മൾ ഫ്രഷ് ഒക്കെ ആയി. വേദുവിനെ കണ്ടില്ല, വേദു ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി കംഫർട്ട് ഡ്രസ്സിലൊക്കെ വന്ന് ഇപ്പം അവൻ്റെ അനുജ ചേച്ചിയുമായിട്ട് കളിക്കുവാണ് ഇവിടെ. കുറച്ച് ടോയ്സ് ഒക്കെ അവർ വാങ്ങിച്ചു വെച്ചിരുന്നു, അതൊക്കെ വെച്ച് കളിക്കുവാണ്. ഈ പാവക്കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഡോള് അവർ ഗിഫ്റ്റ് തന്നു, ചേച്ചി ഗിഫ്റ്റ് തന്നായിരുന്നു. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രി ഒക്കെ ആയപ്പം ഒരു 6-5 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ അവിടെ ട്രൈ ചെയ്യാൻ. അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ചെന്ന് നമ്മളൊരു നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, നല്ല ഫേമസ് ആയിട്ട് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഇഡ്ഡലി ഇതുപോലാണ് അവർ സാമ്പാർ ഒഴിക്കുന്നത്. ഇഡ്ഡലി ഇങ്ങനെ കട്ട് ചെയ്ത് സ്മോൾ പീസ്, പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സാമ്പാർ ഒഴിച്ചു തരും. വലിയൊരു ചെമ്പിലാണ് ഇവർ സാമ്പാർ കോരിയിടുന്നത്. അപ്പം കുറേ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട് ഈ 2 ഇഡ്ഡലി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സാമ്പാർ ഇങ്ങനെ ഇടും. ഇത് പിന്നെ പൊടി ഇഡ്ഡലിയാണ്. എനിക്ക് പൊടി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പൊടി ഇഡ്ഡലി ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോയി. ഈ ബീച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ക്ലീൻ വൃത്തി ഉള്ള ബീച്ചായിരുന്നു. അങ്ങനെ ബീച്ചിലൊക്കെ പോയി ഇതവിടൊക്കെ കുറേ കടകളുണ്ട്, കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള കടകളുണ്ട്. പിന്നെ അവിടെ ഫ്രഷ് മീൻ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് അവർ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കും. കുറേ ആൾക്കാരുണ്ടായിരുന്നു. വൃത്തിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ചപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അനുജയും കൂടെ ബീച്ച് ഇങ്ങനെ ആസ്വദിക്കുവാണ്. അപ്പം അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ ഇതിൽ അവസാനിച്ചു. അപ്പം അത്രേ ഉള്ളൂ.